ഹായ് മക്കളെ, NMMSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്സിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ആവറേജ് ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്താണ് ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ? ആവറേജ് അല്ലെങ്കിൽ മലയാളത്തിൽ ശരാശരി എന്നൊക്കെ പറയും അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലൈക്ക് നമുക്കിപ്പോൾ ഒരുപാട് ഡാറ്റാസ് ഉണ്ട് നമ്മളുടെ മുന്നിൽ എന്ന് വിചാരിക്കാം. നമുക്കൊരു ഏകദേശം അപ്രോക്സിമേറ്റ്, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കയറുകയാണ്. രണ്ട് ക്ലാസ് റൂം ഉണ്ട്, ക്ലാസ് എയും ഉണ്ട് ക്ലാസ് ബിയും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ക്ലാസ് എയിൽ ഒരു ഏകദേശം ഒരു മാർക്ക് എത്ര കിട്ടിയെന്ന് അറിയാൻ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഏത് ക്ലാസ്സാണ് നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ആവറേജ് നോക്കിയാൽ മതി. ഈ ക്ലാസ്സിൻ്റെ ഒരു ആവറേജ് മാർക്ക് എത്രയാണ് നോക്കുക, അത് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഒരു ആവറേജ് മാർക്ക് നോക്കുക. അപ്പോൾ ആവറേജ് മാർക്ക് നോക്കിയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് ആരാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഞാനൊരു മാർക്കിൻ്റെ കേസ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മളുടെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ ഒരു 30 മാർക്ക് ഉണ്ട്, അതേപോലെ 40 മാർക്ക് ഉണ്ട്, പിന്നെ വീണ്ടും ഒരു 30 മാർക്ക്. ആദ്യത്തെ സ്റ്റുഡൻറ്റിന് 30 മാർക്കാണ്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് 40 മാർക്കാണ്, മൂന്നാമത്തെ സ്റ്റുഡൻറ്റിന് എത്രയാണ്? 30 മാർക്കിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ എത്ര ഉള്ളൂ? സം ഡിവൈഡഡ് ബൈ എത്ര നമ്പർ എന്നുള്ളൊരു ഫോർമുലയാണ്. അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, അപ്പോൾ അതിൽ സം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മൂന്ന് ആൾക്കാരെയും ആഡ് ചെയ്യാം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാം? എല്ലാവരെയും ആഡ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരിക? 30 പ്ലസ് 40 പ്ലസ് 30 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും? എത്ര ആൾക്കാരുണ്ട്? 1 2 3. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 3. അപ്പോൾ എത്ര വരിക? 30 പ്ലസ് 40 70, 70 പ്ലസ് 30 എന്താണ്? 100, 100 ബൈ 3 എന്ന് വരും. 100 ബൈ 3 എന്ന് പറയുമ്പോൾ ഏകദേശം 33.3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, ഡാറ്റാസ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ട്. അതാണ് ആവറേജിൻ്റെ ഫോർമുല. എപ്പോഴും ആവറേജിൻ്റെ ഫോർമുല മാത്രമല്ല വരാറുള്ളത്. ചില കേസിൽ നമുക്ക് ആ സം, ഒന്നെങ്കിൽ സം എന്ന് പറയും, അല്ലെങ്കിൽ ടോട്ടൽ എന്നും പറയും. ഓക്കെ, ചില കേസിൽ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ടായിരിക്കും, അതേപോലെ എത്ര ആൾക്കാരുണ്ടെന്ന് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് സമ്മ് അല്ലെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കണം. ഇപ്പോൾ ആവറേജ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? സം അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ് അല്ലേ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ ടോട്ടൽ കിട്ടാനേ ഈ ഡിവൈഡ് ബൈ എൻ ഉള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? ഇൻറ്റു എൻ ആയിട്ട് വരും. അല്ലെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പറാണ് എന്ത് മക്കളെ? ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടലിൻ്റെ ഒരു ഫോർമുലയാണ്. അപ്പോൾ ആവറേജ്, രണ്ട് ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പറാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഫോർമുലയാണ് ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ടോട്ടൽ അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് എപ്പോഴും വരിക? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, 4 ആൾക്കാരുടെ ആവറേജ് ഒരു 30 ആണെന്ന് പറയാം, 30ആണ്. 4 ആൾക്കാരുടെ ആവറേജ് 30 ആണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ സമ്മ് അല്ലെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും വരിക? സിമ്പിൾ, പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും 120. എങ്ങനെ കിട്ടുക? അപ്പോൾ 4 ആൾക്കാരുടെ ആവറേജ് 30 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആവറേജ് എത്രയാണ്? 30 ആണ്. എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാർ. 30 × 4 120. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ കേസിൽ എന്തെന്ന് വരുന്നത്? ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജിൻ്റെ നമ്പറാണ്, അല്ലെങ്കിൽ 30 × 4 ആണ്, അല്ലെങ്കിൽ എന്താണ്? 120 ആണ്. അതാണ് മക്കളെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് വിൽ ബി ദി ആവറേജ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 8 and 32? 8ൻ്റെയും 32ൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് 8ഉം 32ൻ്റെ ഇൻ ബിറ്റ്വീൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 അങ്ങനെയുള്ള നമ്പേഴ്സാണ് എന്ത്? ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 8ൻ്റെയും 32ൻ്റെയും ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഏതാ വരിക? 9 ഉണ്ടാവും, 11 ഉണ്ടാവും, 13 ഉണ്ടാവും, 15 ഉണ്ടാവും. ഇതിങ്ങനെ പോയി എവിടെ വരെ പോവും? 31 വരെ പോവും. അപ്പം ബേസിക്കലി ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഇത്രയും ആൾക്കാരൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് എത്ര ആൾക്കാരുണ്ട് നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലൈക്ക് യൂഷ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 9 പ്ലസ് 11 പ്ലസ് 13 പ്ലസ് അങ്ങനെ പോയി 31 വരെ ആഡ് ചെയ്യണം. എന്നിട്ട് ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ട് നോക്കണം. എത്ര ആൾക്കാരുണ്ട്? 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനാണ് എന്ത്? അത് ഡിവൈഡ് ചെയ്യണം.
എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ യൂഷ്വൽ ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈസി ആയിട്ടുള്ള മെത്തേഡ് എടുത്തോളൂ. ഈ മെത്തേഡ് എപ്പോൾ മാത്രമേ വർക്ക് ആവുള്ളൂ എന്ന് പറയാം. ഇതൊരു എ പി ആവുകയാണെങ്കിൽ, എന്താ എ പി എന്നൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസിയാണ്. ഒരേ നമ്പർ വെച്ച് കൂടി പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ നോക്കണം, ഇവിടെ 2 കൂടിയിട്ടുള്ളത് അല്ലേ, ഇവിടെ 2 കൂടിയിട്ടുള്ളത്, ഇവിടെ 2 കൂടിയിട്ടുള്ളത്, എല്ലാവരിലും 2 കൂടിയിട്ടുള്ളത് അല്ലേ. 2 തന്നെ ആവണമെന്നില്ല, ചില കേസിൽ 3 ആവാം, ചില കേസിൽ 4 ആവാം. ഒരേ നമ്പർ വെച്ച് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് മക്കൾ എന്ത് പറയുന്നത്, എ പി എന്ന് പറയുന്നത്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഞായറാഴ്ച ആൾക്കാരാണെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എ പി ആണ്. അപ്പം എ പി ആണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി, ആവറേജ് ഈക്വൽ ടു ഇത്ര മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ ആള് പ്ലസ് അവസാനത്തെ ആള് ഡിവൈഡ് ബൈ 2. എന്താണ് ആദ്യത്തെ ആള്, പറ, ആദ്യത്തെ ആള് പ്ലസ് അവസാനത്തെ ആള് ഡിവൈഡ് ബൈ 2. ആദ്യത്തെ ആളാരാണ് 9, ആദ്യത്തെ ആള് പ്ലസ് അവസാനത്തെ ആളാരാണ് 31 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ എന്താ വരിക, 9 + 31 40, 40/2 എന്താണ് 20. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് മക്കളെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം, ഒന്ന് ചെയ്ത് നോക്കിയേ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 21 ആൻഡ് അല്ല, ഇത് ആക്ച്വലി 2 ആണ്, ഇവിടെ എന്താണ് 2 to 39. 21 മുതൽ 39 വരെയുള്ള ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കൗണ്ടിങ് നമ്പേഴ്സ്. 21, 22, 23 അങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്പേഴ്സ് ഏതാണ്, 21, 22, 21 മുതൽ 39 വരെയുള്ള 21 to 39 ആണ്. അപ്പോൾ 21, 22, 23 അങ്ങനെ പോയി എവിടെ വരെ പോകുന്നുണ്ട്, 39 വരെ പോകുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ ചെയ്യാൻ പറ്റും. എന്താ കാരണം, ഒരേ നമ്പർ ആണോ ആഡ് ആയി പോകുന്നത്, ആണ്, ഒന്നുകൂടി. അപ്പം അങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ആള് പ്ലസ് അവസാനത്തെ ആള് ഡിവൈഡ് ബൈ 2. ആദ്യത്തെ ആളും അവസാനത്തെ ആളും 21ഉം 39ഉം ആഡ് ചെയ്ത് എന്താ വരിക, 60 എന്ന് വരും. 60/2 എന്ന് പറയുമ്പോൾ എന്താ വരിക, 30 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള, ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മാച്ച് ആവറേജ് ഓഫ് റൺസ് സ്കോർഡ് ബൈ 7 players ഈസ് 53. അതായത് 7 players ഉണ്ട്, അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 53 ആണ്. ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് നമ്പർ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം വേറെ ഒന്നും നോക്കേണ്ട, ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുക പോലും വേണ്ട, നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുലയിലേക്ക് നോക്കിയാൽ മതി. എന്താ ഫസ്റ്റ് പഠിച്ച ഫോർമുല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവറേജും നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ, ആ ഫോർമുലയിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും വരിക, പറഞ്ഞേ, ആവറേജ്, അതായത് 7 പ്ലേയേഴ്സിന്റെ ആവറേജ് ആണ് തന്നിട്ടുള്ളത്, എന്ത് 53 എന്ന് പറയുന്നത്. 7 പ്ലേയേഴ്സിന്റെ ആവറേജ് ആണ് 53. അപ്പോൾ തന്നെ കാര്യം എഴുതി, ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്, ആവറേജ് ഇൻറ്റു നമ്പർ ആണ്, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 53 ആണ്, എത്ര പ്ലേയേഴ്സ് ഉണ്ട് ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ 53 ഇൻറ്റു 7 എത്ര വരിക, 21, 3 ഇൻറ്റു 7 371 എന്ന് വരും. ഓക്കെ, 371. അതായത് ഈ റൺസിൻ്റെ ടോട്ടൽ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ റൺസ് ഉണ്ടാവുമല്ലോ, ആ റൺസിൻ്റെ ടോട്ടൽ എന്താണ്, 371 ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇഫ് ദി റൺസ് സ്കോർഡ് ബൈ 6 players ആർ, അതായത് 6 പ്ലേയേഴ്സിൻ്റെ സ്കോറാണ് ഇവിടെ തന്നിട്ടുള്ളത്. 6 പ്ലേയേഴ്സ്, ഇതാ എത്ര പ്ലേയേഴ്സ് ഉണ്ട് ടോട്ടൽ, 6 പ്ലേയേഴ്സ് ഉണ്ട്. ആദ്യത്തെ പ്ലെയർ 121, രണ്ടാമത്തെ പ്ലെയർ 40, മൂന്നാമത്തെ പ്ലെയർ എത്രയാണ് 26, 56, 37, 48. ഇതാണ് 6 പ്ലേയേഴ്സിന്റെ സ്കോർ. ഈ 6 പ്ലേയേഴ്സിന്റെ സ്കോർ തന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് 7th പ്ലെയറുടെ സ്കോർ എന്നുള്ളത്. ബുദ്ധിമുട്ടൊന്നുമില്ല. 7th പ്ലെയർ അറിയോ, ഇല്ല, ഞാൻ വെറുതെ ഒരു ഡാഷ് ഇട്ട് കൊടുക്കാം. ഈ 6 പ്ലേയേഴ്സിന്റെ സ്കോർ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 121, 40, 26, 56, 37, 48. 121 പ്ലസ് 40 പ്ലസ് 26 പ്ലസ് 56 പ്ലസ് 37 പ്ലസ് 48. ഇത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഇത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 328 എന്നാ കിട്ടുക. എത്ര കിട്ടുക, 328. ഓക്കെ, എടാ ഞാൻ ഇനി പറ 7th പ്ലെയറുടെ സ്കോർ എന്തായിരിക്കും.
സി ആണ്. അതായത് ഇത്രയും ആൾക്കാരത് ആഡ് ചെയ്താൽ 328 ആണ് വരുന്നത്. ഇത്രയും ആൾക്കാരത് ആഡ് ചെയ്താൽ 328 ആണ്. ഇനി വേറൊരു കാര്യം കൂടി നമുക്കറിയാം, ഈ 7 പ്ലേയേഴ്സിന്റെ ആഡ് ചെയ്ത് എത്ര വരിക? 371 ആണ്. 6 ആൾക്കാരത് ആഡ് ചെയ്താൽ 328 ആണ്. ഏഴാമത്തെ ഒരാളും കൂടി വന്നിക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ എത്ര ആയിട്ട് വന്നു? 371 ആയിട്ട് വന്നു. വിച്ച് മീൻസ് എന്താണ്? ഈ 7th പ്ലെയറുടെ സ്കോർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ 7 ആൾക്കാരുടെ സ്കോറിൽ നിന്ന് 6 ആൾക്കാരുടെ സ്കോർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ലോജിക്. അതായത് ഈ 6 ആൾക്കാരുടെ സ്കോർ 328 ആണ്. ഈ ഏഴാമത്തെ ആളും കൂടി വന്നപ്പോൾ സ്കോർ എത്രയായി? 371 ആയി. അപ്പോൾ 7th ആളുടെ സ്കോർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എത്ര വരിക? 7th ആളുടെ സ്കോർ എന്ന് പറയുമ്പോൾ എത്ര വരിക? 43. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ലൊരു സ്കോർ NMSSൽ വാങ്ങാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.